നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ, ലാലാജി മഹാരാജ് നമുക്ക് നൽകിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സംഭാഷണം നടത്തുന്നതിന് മുമ്പ് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാഹ്യമായിട്ടുള്ള അന്തരീക്ഷം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം, അതുപോലെ തന്നെ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കേണ്ട പ്രാധാന്യം, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് ആന്തരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം. നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് രോഗിയോട് സംസാരിക്കുമ്പോൾ ഇത് രോഗിയാണ്, ഞാൻ ഡോക്ടറാണ്. അപ്പോൾ പരിമിതികൾ വരുന്നു. എൻ്റെ അഡ്വൈസസിനും എൻ്റെ സംഭാഷണത്തിനും എല്ലാം പരിമിതികൾ വരുന്നു. കാരണം എൻ്റെ ഉള്ളിലുള്ള അറിവുകൾ, ഞാൻ മെഡിസിനിൽ പഠിച്ച അറിവുകൾ മാത്രമാണ് ഞാൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പ്രെജുഡിസ്ഡായി കഴിഞ്ഞു. അപ്പോൾ രോഗി വരുന്നത് കണ്ണിൻ്റെ രോഗം കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടാണ് ഡിസ്കഷൻ തുടങ്ങുന്നത് തന്നെ. അങ്ങനെയല്ല, ഭൂരിഭാഗം ആൾക്കാരും വരുന്നത്, അതിപ്പം ഓഫ്തൽമോളജിസ്റ്റ് ആയാലും ഏതൊരു ഡോക്ടറായാലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ സമീപിക്കുകയാണെങ്കിലും മാനസികമായുള്ള പ്രശ്നങ്ങളായിട്ടാണ് യഥാർത്ഥത്തിൽ വരുന്നത്. മനസ്സിൽ അവർ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ശരീരം അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. പല രോഗങ്ങളും ശരീരത്തിലൂടെ മാനിഫെസ്റ്റ് ആവുന്നു. ചില രോഗങ്ങളുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇത് സ്ട്രെസ് റിലേറ്റഡ് ആണെന്ന്. പക്ഷേ ചിലത് ശരീരത്തിൽ പ്രകടമായിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ മുഖത്ത് അത് കാണാം. അവരുടെ മാനസിക സമ്മർദ്ദം നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഫാമിലി അവരൊപ്പം ഇല്ല, അല്ലെങ്കിൽ കുട്ടികളടുത്തില്ല, അല്ലെങ്കിൽ സ്വന്തം ആരെങ്കിലും ഇപ്പം അടുത്ത് മരിച്ചുപോയി. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും രോഗികളൊന്ന് കരയാറുണ്ട്. സാറെ കാണാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂടെ വന്ന എൻ്റെ ബ്രദറായിരുന്നു, അദ്ദേഹം പെട്ടെന്ന് അന്തരിച്ചു, ക്യാൻസറായിരുന്നു,
കണ്ണിൽ വെള്ളം നിറച്ചിട്ട് പറയുകയാണ്. ഒരുപക്ഷെ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും വന്നത്, അവരുടെ ആ വിഷമം ഷെയർ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വത്തെ ആദ്യം നമ്മൾ റിവീൽ ചെയ്യണം. അതിനേക്കാളുപരി നമ്മുടെ ഉള്ളിലുള്ള ഡിവിനിറ്റി, സർവ്വചരാചരങ്ങൾ ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന് സ്പിരിച്വാലിറ്റി പറയുന്നു. സയൻസ് പറയുന്നത് എന്താണ്? ഈ കാണുന്നതെല്ലാം ഉദ്ഭവിച്ചത് ഒരേ സിംഗുലാരിറ്റിയിൽ നിന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആന്തരികമായിട്ടുള്ള അന്തരീക്ഷം, നമ്മുടെ മനസ്സിനെ ഉയർത്തി ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ഹയസ്റ്റ് ലിസണിങ് കപ്പാസിറ്റി. നമുക്ക് അങ്ങോട്ട് നൽകാനുള്ളത് എന്താണ്? ഒന്നും നൽകേണ്ട ആവശ്യമില്ല. ഹയസ്റ്റ് സ്റ്റേറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫ്ലോ അവിടെ വരുന്നു. അറിവുകൾക്ക് അപ്പുറമുള്ള സ്നേഹപ്രവാഹം അവിടെ സംഭവിക്കുന്നു. ഉടനെ തന്നെ അവർ ഹൃദയവുമായിട്ട് കണക്ട് ചെയ്യുന്നു. കാരണം അവർ മനസ്സിലാവുന്നു, അവർ സംസാരിക്കുന്നത് ഈ ഇരിക്കുന്ന വ്യക്തിയോടല്ല, ആ ഡിവൈൻ പ്രസൻസിനോടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ള ബോധ്യം അവരുടെ ഉള്ളിൽ വരുന്നു. വലിയ അത്ഭുതങ്ങൾ ഇതിലൂടെ സംഭവിക്കുന്നു. ആന്തരികമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് ഏതൊരു കൗൺസിലറുടെയും ഏതൊരു ഡോക്ടറെയും അതിലുപരി എല്ലാ വ്യക്തികളുടെയും ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ് എന്നാണ് തോന്നുന്നത്. ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ ഉടനെ തന്നെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുക. ഏറ്റവും ഉയർന്ന തലത്തിൽ നിലനിന്നുകൊണ്ട് ഉത്തരം പറയാൻ വേണ്ടിയല്ല, കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അവരുടെ ഉള്ളിലുള്ള എല്ലാ വിധത്തിലുള്ള മാലിന്യങ്ങളും, എല്ലാ മാലിന്യങ്ങളും നല്ലതായാലും ചിന്തയായാലും എല്ലാം അവരെ ശരിയായിട്ട് ഡ്യൂട്ടിയിൽ നിന്നും അവരെ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. അവർക്ക് അവർ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, കുടുംബഭാരം നല്ല രീതിയിൽ നോക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ തരത്തിലുള്ള വിഷമങ്ങളൊക്കെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നു. ഒരു ആബ്സസ് പൊട്ടിച്ചിട്ട് പസ് പോകുന്ന പോലെ അവർക്ക് അത് അനുവദിക്കാൻ നമുക്ക് സാധിക്കുന്നു. ചിലപ്പോൾ ദേഷ്യപ്പെടുകയായിരിക്കും. പലരും ദേഷ്യപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇന്നലെ കൂടെ അനുഭവം ഉണ്ടായി. ഞാൻ രാവിലെ 8 മണിക്ക് വന്നതാണ്, ഇവിടെ ആരെയും കണ്ടില്ല. ഹോസ്പിറ്റൽ തുടങ്ങുന്നത് 9 മണിക്കാണ്. എന്തിനാണ് അങ്ങ് 8 മണിക്ക് വന്നത് എന്ന് ചോദിച്ചില്ല. നമ്മൾ കേൾക്കുക. അതിനുശേഷം ഭക്ഷണം കഴിച്ചോ, ചായ കുടിച്ചിട്ടില്ല, അദ്ദേഹം വിശക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദേഷ്യം വരുന്നത്. നേരത്തെ വരാൻ ഫസ്റ്റ് ടോക്കൺ നോക്കാമെന്ന് വെച്ചാൽ വന്നത്. എനിക്ക് ചായ കുടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കൊടുത്തപ്പോൾ പുള്ളിയുടെ ദേഷ്യം മാറി. അപ്പോൾ നമുക്ക് ആ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് ഉയരാം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സംഭാഷണത്തിൽ ആന്തരികമായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവണം. കേൾക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ ലോകത്തിൻ്റെ ഈ ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ആ സന്മനസ് കാണിക്കുമ്പോൾ അറിയാതെ തന്നെ ഉള്ളിൽ നിന്നുമുള്ള ഈശ്വരൻ്റെ ശബ്ദവും നമുക്ക് കേൾക്കാനുള്ള കഴിവുണ്ടാകും. കാരണം അത് ആണ് നമ്മൾ ആദ്യം കേൾക്കേണ്ടത്. ഈ വരുന്ന ശബ്ദങ്ങൾ അതിൻ്റെ റിഫ്ലക്ഷൻസ് മാത്രമാണ്. ഇവിടെ എനിക്ക് എന്തെങ്കിലും തരത്തിൽ ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആ സ്റ്റേറ്റിലല്ല നിൽക്കുന്നത്. നമ്മൾ ശരിക്കും കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെ ഒരു ഇറിറ്റേഷൻ തോന്നാൻ പാടില്ല. അത് നമുക്ക് സന്മനസ്സോടുകൂടി പൂർണ്ണമായിട്ട് സ്വീകാര്യതയോട് കൂടിയിട്ട് ആക്സെപ്റ്റൻസോട് കേൾക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സെൽഫ് കറക്ഷനിലേക്കുള്ള വലിയൊരു മാർഗം കൂടിയാണ് ഈ ലിസണിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതേക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.